ടൂ വീലർ ഓടിക്കുമ്പോൾ നിർബന്ധമായും ഹെൽമെറ്റ് ധരിക്കണം. എന്നാൽ പല ആളുകളും സ്ഥിരമായി ഹെൽമെറ്റ് ധരിക്കുന്നത് കൊണ്ട് മുടി കൊഴിച്ചിലുണ്ടാവുമെന്നും പറഞ്ഞ് ഹെൽമെറ്റ് ഉപയോഗിക്കാറില്ല. ഇത് സത്യമാണോ? ഞാൻ ഡോക്ടർ ഹുസ്ന, മെഡിക്കോർ ഹോമിയോപ്പതി ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ, പെരിന്തൽമണ്ണ. മുടിയുടെ ഭംഗി പോകും, മുടി കൊഴിച്ചിലുണ്ടാവും, താരനുണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് പലരും ഇന്ന് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ മടിക്കുന്നത്. മുടിയുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഹെൽമെറ്റ് ധരിക്കുമ്പോൾ ഓക്സിജൻ എത്തില്ല, അത് മുടി കൊഴിച്ചിലിന് കാരണമാകുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ മുടി കൊഴിച്ചിലും അല്ലെങ്കിൽ മുടിയുടെ ഹെയർ ഫോളിക്കിൾസിലേക്ക് ഓക്സിജൻ എത്തുന്നതും ഈ ഹെൽമെറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഹെയർ ഫോളിക്കിൾസിലേക്ക് ഓക്സിജൻ എത്തുന്നത് രക്തയോട്ടം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ഉപയോഗിച്ചത് കൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ ഒരിക്കലും ഉണ്ടാവില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ മുറുകിയ പാകമല്ലാത്ത ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് മുടി കൊഴിച്ചിലിന് കാരണമാകാം. ഇങ്ങനെയുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് രക്തയോട്ടം കുറക്കുകയും മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക. ചില ഹെൽമെറ്റിനകത്ത് ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അത് മുടി കൊഴിച്ചിലും താരനും കാരണമാകും. അപ്പോൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പാകമായിട്ടുള്ള നിങ്ങളുടെ കറക്റ്റ് സൈസിനുള്ള ഹെൽമെറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വൃത്തിയുള്ള ഹെൽമെറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കുക. ഹെൽമെറ്റിനകത്തുള്ള ഈർപ്പം കുറക്കുന്നതിനും അണുബാധകൾ തടയുന്നതിനുമായി ഹെൽമെറ്റിൻ്റെ ലൈനറുകൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക.